നമുക്കറിയാം നവകേരള സർവേ റദ്ദാക്കി ഹൈക്കോടതി. CPM-ന് സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. കാരണം പാർട്ടി പരിപാടി എന്ന് വിശേഷിപ്പിച്ചാണ് വിവാദം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ഹർജികളും മറ്റും സമർപ്പിക്കുകയും ചെയ്തത്. അതിവേഗം ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ CPM അല്ലെങ്കിൽ സർക്കാർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനായി സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു. വിധി വന്ന് 24 മണിക്കൂറിനുള്ളിലാണ് സർക്കാർ അപ്പീൽ സമർപ്പിച്ചത്. ഇത്തരത്തിൽ വളരെ പെട്ടെന്നൊരു അപ്പീലിലേക്ക് പോവുക എന്നുള്ളത് ഇപ്പോൾ സംഭവിച്ച ഡാമേജ് ഉണ്ടല്ലോ അത് പരിഹരിക്കുക എന്നുള്ളത് സർക്കാരിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. വലിയ വിമർശനം സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റുവാങ്ങുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സർവേ എന്നത് സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണെന്നും അതിൽ ഇടപെടാൻ കോടതിക്ക് അധികാരമില്ലെന്നുമാണ് അപ്പീലിലെ പ്രധാന വാദം. വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഡാമേജ് അല്ല സർക്കാരിനുണ്ടാക്കിയത്. സർക്കാർ പരിപാടി എന്നുള്ളത് ഒരു പാർട്ടി പരിപാടിയാക്കി മാറ്റി. ദിവസങ്ങൾക്ക് മുൻപ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ പാർട്ടി ഘടകങ്ങൾക്ക് അയക്കുന്നു. പാർട്ടി കേഡറുകളെ ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതൊക്കെ വെള്ളരിക്ക പട്ടണത്തിൽ നടക്കുമോ എന്നുള്ള ചോദ്യം പലരും ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മറ്റൊരു അപ്പീലുമായി സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. രഞ്ജിത്ത്, നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെയാണ് ഇത്തരമൊരു തിരിച്ചടി സർക്കാരിനുണ്ടായിരിക്കുന്നത്. ഈ നവകേരള സർവേ എന്ന നിലയിൽ സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്രമാത്രം എത്തി, ജനങ്ങളുടെ വികാരം, അതായത് ഇനി നടത്താനുള്ള കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് ആരായുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. തീർച്ചയായും പ്രതിപക്ഷം തുടക്കം മുതൽ പറയുന്നത് ഇതൊരു തിരഞ്ഞെടുപ്പിന് മുന്നൊരുക്കമായി ജനങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ്. അല്ലെങ്കിൽ ജനങ്ങളുടെ ഹിതമറിഞ്ഞ് അതിനനുസരിച്ച് അജണ്ട സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ഖജനാവിലെ പണം ചിലവഴിച്ചുള്ള ഒരു PR വർക്കായി ഇത് മാറുന്നു എന്ന നിലയ്ക്കൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ, സർക്കാരിൻ്റെ പ്രതിച്ഛായ. ഇതൊക്കെ തന്നെ വീടുകളിലെത്തി സർവേ അംഗങ്ങൾ ഇതുവരെ സർക്കാർ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വിശദീകരിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ അജ്ഞതയുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഓരോ വീട്ടിലുമെത്തി ആ വീടിന് ആവശ്യമായ തൊഴിൽ സാധ്യതകൾ അല്ലെങ്കിൽ അവർക്ക് വരുമാന മാർഗങ്ങൾ, അതിന് സർക്കാരിൻ്റെ സ്കീമുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മാർഗങ്ങളിലൂടെ സർക്കാരിൽ നിന്ന് ആ തുക കൈപ്പറ്റാം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമുക്കറിയാം. പല പദ്ധതികൾ കൊണ്ടുവന്നാലും ജനങ്ങൾക്ക് പൊതുവിൽ പലപ്പോഴും ഒരു അജ്ഞത ഉണ്ടാകാറുണ്ട്. ചില സർക്കാരിൻ്റെ റിലീസുകൾ വരാറുണ്ട്, അല്ലെങ്കിൽ ചില മാധ്യമങ്ങളിൽ വാർത്തകൾ വരാറുണ്ട് ചില സ്കീമുകളെക്കുറിച്ച്. പക്ഷേ അതിനെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് പലപ്പോഴും ജനങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ നേരിട്ടെത്തിക്കുക, അത് ഈ ക്ഷേമ പെൻഷൻ പോലെ തന്നെ വിപുലമായ രീതിയിൽ മറ്റ് കാര്യങ്ങൾ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രക്രിയയുമായി മുന്നോട്ട് പോകുമ്പോൾ അത് സർക്കാരിന് കൂടുതൽ ഗുണകരമാകുമെന്ന